1200 വരെ വിലയുള്ള ഒരു ചായയാണ് ഈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന പൂവുണ്ടോ? പണ്ട് കേരളത്തിലെ ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് സൈഡുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഈ പൂവിന് ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നെ വിളിക്കുന്നത് ശംഖുപുഷ്പം എന്നാണ്. അതിന് കാരണം അതിലെ ശംഖ് പോലെ ഇരിക്കുന്ന ഷേപ്പാണ്. ഈ പൂ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ടീനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. ബൈ ദ വേ, എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹലോ, ഞാൻ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ഫുഡി. നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ അപ്ഡേറ്റ്സിനായി ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൽ ശംഖുപുഷ്പം ഇടുക. എനിക്കൊരു 7-8 പൂക്കളെ കിട്ടിയിട്ടുള്ളൂ. എത്ര പൂക്കൾ വേണമെങ്കിലും ഇടാം, കൂടുതൽ ഇട്ടാൽ അത്രയും നല്ലത്. ആവശ്യത്തിന് പൂക്കൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ ശേഖരിച്ച് ഉണക്കി സൂക്ഷിച്ച് വച്ചിട്ട് പിന്നീടത്തേക്ക് ഉപയോഗിക്കാം. വെള്ളത്തിൻ്റെ കളർ ഏകദേശം ബ്ലൂ ആയിട്ടുണ്ട്. ഞാനിതൊരു വൈറ്റ് ബൗളിൽ കാണിച്ചു തരാം. പൂക്കൾ കുറവായത് കാരണം ഒരു ഡാർക്കർ കളർ കിട്ടിയില്ല. പക്ഷെ അത് മാത്രമല്ല കാരണം. എൻ്റെ ഒരു ഫ്രണ്ട് 10 പൂക്കൾ വെച്ചുണ്ടാക്കിയ ഒരു ബ്ലൂ ടീ ആണിത്. ഞാനിവിടെ 8 പൂക്കൾ എടുത്തിട്ടും അതിൻ്റെ പകുതി കളർ പോലും ഇല്ല. ഇതിൻ്റെ കാരണം ഓരോ സ്ഥലത്ത് വളരുന്ന ശംഖുപുഷ്പത്തിനും ഓരോ കളർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഞാൻ പിന്നൊരിക്കൽ എൻ്റെ വീട്ടിലെ 22 ശംഖുപുഷ്പം വെച്ചുണ്ടാക്കിയ ബ്ലൂ ടീ ആണിത്. കളറില്ലെന്ന് കരുതി അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും പോകത്തില്ല. കാരണം ശംഖുപുഷ്പം വെള്ള കളറിലുമുണ്ട്. അത് വെച്ചും ഹെർബൽ ടീ ഉണ്ടാക്കാം. എന്തിനു പറയുന്നു, അതിൻ്റെ പയർ വെച്ചും നമുക്ക് ഇതേപോലെ ഒരു ഹെർബൽ ടീ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പെറ്റൽസ് ഏകദേശം ട്രാൻസ്പെറൻ്റായി അതിലെ എല്ലാ കളറും തന്നെ ആ സൊല്യൂഷനിലോട്ട് പോയിട്ടുണ്ട്. ഒരു നാരങ്ങ ഹാഫായി കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഈ സൊല്യൂഷനിലോട്ട് പിഴിഞ്ഞൊഴിക്കുക. ലൈറ്റ് ബ്ലൂവിൽ നിന്നും പേർപ്പിളിലോട്ടുള്ള കളർ ചേഞ്ച് അപ്പോൾ കാണാൻ പറ്റും. നാരങ്ങ ഓപ്ഷനിലാണ്, ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം. പഞ്ചസാരയ്ക്ക് പകരം പറ്റുമെങ്കിൽ തേനിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ബ്ലൂ ടീ റെഡിയായി. ഇത് 2 രീതിയിൽ കുടിക്കാം. ഒന്നുകിൽ ചൂടോടെ കുടിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഒരു കൂൾ ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം. എനിക്കിനി ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 100 ഗ്രാം പാക്കറ്റിന് 1200 വരെ വിലയുള്ള ഒരു ചായയാണ് ഈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതിൽ നിന്നും ചെറിയ പാക്കറ്റുകൾക്ക് ആവറേജ് 300 വിലയുണ്ട്. ഈ ഒരു ഹെർബൽ ടീന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അതിന് കാരണം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു എസ്സേ കണക്കിനുണ്ട്. എൻ്റെ റിസർച്ച് അനുസരിച്ച് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ്. ഏജിങ് സ്കിൻ മാറ്റും. ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിന് റെക്കമെൻഡഡ് ആണ്. ഇമ്മ്യൂണിറ്റി വളരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇത് കുടിച്ചാൽ കൊറോണയ്ക്ക് മരുന്നാണെന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യും. കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. പാക്കറ്റ്സ് വാങ്ങിക്കാതിരിക്കുക. മുളക് പൊടി പാക്കറ്റിൽ ചുടുകല്ല് പൊടിച്ച് മായം കലർത്തുന്ന കാലമാണ്. ബ്ലൂ ടീ പൗഡർ എന്ന് പറഞ്ഞ് തരുന്നത് വല്ല മഷിയോ ആയിരിക്കും. അങ്ങനെ ആവണമെന്നല്ല പറയുന്നത്. അധികം പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് ശംഖുപുഷ്പം. സോ വീട്ടിൽ തന്നെ വളർത്തി അതിൽ നിന്നും പൂവെടുത്ത് ഇതുണ്ടാക്കുന്നതായിരിക്കും ഭേദം. ഇനി അത്രയ്ക്കും ബുദ്ധിമുട്ടാൻ പാടാണെങ്കിൽ പാക്കറ്റ് വാങ്ങിച്ചോളൂ. അപ്പോൾ ബ്ലൂ ടീയുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. See you in the next video. Until then, this is your friendly neighborhood foodie signing out.